നമ്മൾ വിമാനത്തിൽ കയറുന്ന ഉടൻ കേൾക്കുന്ന ഒരു സാധാരണ നിർദ്ദേശമുണ്ട്. പ്ലീസ് സ്വിച്ച് യുവർ ഫോൺ ടു ഫ്ലൈറ്റ് മോഡ്. നിങ്ങളുടെ ഫോൺ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റുക. പക്ഷേ ഒരൊറ്റ മൊബൈൽ ഫോൺ വിമാനത്തെ അപകടത്തിലാക്കുമോ? അല്ലെങ്കിൽ ഇത് വെറും പഴയ നിയമം മാത്രമാണോ? ലോകത്ത് ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ വിമാന സർവീസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് ആളുകൾക്കേ ഫ്ലൈറ്റ് മോഡിൻ്റെ യഥാർത്ഥ കാരണം അറിയൂ. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വിമാനത്തിൽ ഫ്ലൈറ്റ് മോഡ് ഇടാൻ പറയുന്നത്? ഇത് ഓണാക്കാതിരുന്നാൽ ശരിക്കും എന്താണ് സംഭവിക്കുക? നമ്മുടെ ഫോൺ എല്ലായ്പ്പോഴും സിഗ്നൽ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വീട്ടിലോ റോഡിലോ നിൽക്കുമ്പോൾ സമീപത്തെ മൊബൈൽ ടവറുകളുമായി ഫോൺ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു വിമാനം മണിക്കൂറിൽ ഏകദേശം 800 കിലോമീറ്റർ വേഗത്തിൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഫോൺ ഒരേ സമയം നിരവധി ടവറുകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കും. അതിനാൽ ഫോൺ കൂടുതൽ റേഡിയോ സിഗ്നലുകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, അതുകൊണ്ടെന്താണ് പ്രശ്നം? വിമാനത്തിലെ പൈലറ്റുമാർ ഗ്രൗണ്ട് കൺട്രോളുമായി ബന്ധപ്പെടുന്നത് പ്രധാനപ്പെട്ട റേഡിയോ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചാണ്. പല ഫോണുകളും ഒരേ സമയം ശക്തമായ സിഗ്നൽ പുറപ്പെടുവിച്ചാൽ അത് ചിലപ്പോൾ കോക്പിറ്റ് കമ്മ്യൂണിക്കേഷനിൽ ചെറിയ ഇടപെടലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് വലിയ അപകടം സൃഷ്ടിക്കുമെന്ന് ഉറപ്പില്ല. പക്ഷേ വിമാനയാത്രയിൽ ചെറിയൊരു പ്രശ്നം പോലും അവഗണിക്കാറില്ല. കാരണം ആകാശത്ത് ചാൻസ് എന്നൊരു വാക്കില്ല. കാരണം ഭൂമി വിട്ട് അന്തരീക്ഷത്തിലുള്ള കളിയാണ്. അതേസമയം മറ്റൊരു കാര്യം, ഇന്നത്തെ ആധുനിക വിമാനങ്ങൾ പഴയ വിമാനങ്ങളെക്കാൾ വളരെ സുരക്ഷിതമാണ്. പലപ്പോഴും ഫ്ലൈറ്റ് മോഡ് ഇടാത്തത് കൊണ്ട് വിമാനം തകർന്നു വീണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു പൈലറ്റ് കമ്മ്യൂണിക്കേഷനിൽ ബസ്സിംഗ് നോയിസ് കേൾക്കുന്നത് പോലും അപകടകരമായി കണക്കാക്കാം. അതുകൊണ്ടാണ് എല്ലാ യാത്രക്കാരോടും ഫ്ലൈറ്റ് മോഡ് നിർബന്ധമാക്കാൻ പറയുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് മോഡ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഫ്ലൈറ്റ് മോഡ് ഓണാക്കിയാൽ നിങ്ങളുടെ ഫോൺ മൊബൈൽ സിഗ്നൽ നിർത്തും. കോൾ, SMS ബന്ധം വിച്ഛേദിക്കും. സെല്ലുലാർ റേഡിയോ ഓഫാക്കും. അതുകൊണ്ട് ഫോൺ ടവറുകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കില്ല. പക്ഷേ വൈഫൈയും ബ്ലൂടൂത്തും വേണമെങ്കിൽ പിന്നീട് വേറെ ഓൺ ചെയ്യാം. അതുകൊണ്ടാണ് ഇന്ന് പല വിമാനങ്ങളിലും വൈഫൈ ലഭിക്കുന്നത്. അതിനാൽ ഇനി നിങ്ങളുടെ ഫോണിൽ ഫ്ലൈറ്റ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണുമ്പോൾ അത് വെറുമൊരു നിയമമല്ലെന്ന് ഓർക്കുക. ആകാശത്ത് യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് ആളുകളുടെ സുരക്ഷയ്ക്കായി എടുത്ത ചെറിയൊരു മുൻകരുതലാണത്. കാരണം വിമാനയാത്രയിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രാധാന്യമുള്ളവയാണ്.